Hello guys, welcome back to the channel Himalayan Trio. This is part 2 video. Part 1 video കണ്ടിട്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടിട്ടുള്ള ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു നമുക്ക് പാർട്ട് 2 വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ഹിമാലയൻ വണ്ടികളുടെ എഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സൗണ്ടിന്. നമ്മളത് ഷോറൂമിൽ കൊണ്ട് കാണിക്കുക, നമുക്ക് വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വണ്ടിക്ക് വന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പാർട്സ് ചേഞ്ച് ചെയ്ത് നമുക്കിനി വണ്ടി നോക്കാം. നമുക്കിനി സൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയുടെ ഇപ്പോഴത്തെ സൗണ്ട്. നമുക്കിനി സെക്കൻഡ് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഗൈസ്, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വണ്ടിയെ സ്ലീറ്റ് മോഡലിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ 3 ഹിമാലയൻ്റെയും എൻജിൻ സൗണ്ട് കേട്ടു. മൂന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഏതാണ് ഒരു ഹിമാലയൻ എൻജിൻ സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്കത് ആൻസറബിൾ അല്ല. ഞാൻ വേറെ ഒരുപാട് വണ്ടികൾ ചെക്ക് ചെയ്തിരുന്നു. എല്ലാം ഡിഫറെൻറ്റ് സൗണ്ട്സാണ് ആക്ച്വലി എൻജിനിൽ നിന്ന് വരുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ ഹിമാലയൻ്റെ എന്തൊക്കെ പാർട്സാണ് ഷോറൂമിൽ നിന്ന് ചേഞ്ച് ചെയ്തത്, ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ഈ ഹിമാലയൻ്റെ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷണർ ചേഞ്ച് ചെയ്യുകയും കൂടാതെ എൻജിൻ്റെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതിൻ്റെ ഇഷ്യൂ ഫിക്സ് ആയത്. ഇത് ഏകദേശം ഒരു 2 വീക്സ് എടുത്തു ഷോറൂമിൽ നിന്ന് ഇഷ്യൂ ഫിക്സ് ആയിട്ട് കിട്ടാൻ. നമ്മുടെ രണ്ടാമത്തെ ഹിമാലയൻ്റെ എൻജിൻ്റെ ഹെഡ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ ഇഷ്യൂ ഫിക്സ് ആയത്. ഇതും ഏകദേശം 2-3 വീക്സ് എടുത്തു ഇഷ്യൂ റിസോൾവ് ചെയ്ത് ഷോറൂമിൽ നിന്ന് കിട്ടാൻ. നമ്മൾ ഒരുപാട് തവണ കസ്റ്റമർ കെയറെ കോൺടാക്റ്റ് ചെയ്യുകയും മെയിലുകൾ അയക്കുകയും ചെയ്ത് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായില്ല അവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഞങ്ങൾ പലപ്പോഴും ഷോറൂമിൽ പോയി ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് വണ്ടി റിപ്പയർ ചെയ്യിച്ചിട്ടുണ്ട്, കുറച്ച് പെട്ടെന്നാക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഇത്ര പെട്ടെന്നെങ്കിലും വണ്ടി നമുക്ക് തിരിച്ച് കിട്ടിയത്. ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് മച്ചാന്മാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ മെസ്സേജ് ആക്കി. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു. പലരുടെയും എൻജിൻ്റെ ഹെഡ് 2 ടൈംസ് വരെ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റിൽ ഇഷ്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇഷ്യൂ ഫിക്സ് ചെയ്തതിൻ്റെ ഒരു 1500 കിലോമീറ്ററോളം ഞങ്ങൾ ഓടിച്ചു. ഇനി ഭാവിയിൽ വരുമെന്നറിയില്ല. ലെറ്റ്സ് ഹോപ്പ് വരാതിരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് ഷോറൂമിൽ കാണിക്കുക. അവരുടെ അടുത്ത് സൗണ്ട് ചെക്ക് ചെയ്യാൻ പറയാം. സൗണ്ട് 76 ഡെസിബലിന് മുകളിലാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഹെഡ് ചേഞ്ചിനുള്ള പ്രൊവിഷൻ ഉണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന്. അത് ചെക്ക് ചെയ്യണം നിങ്ങൾ. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഷോറൂമിൽ ചെല്ലുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് എൻഫീൽഡ് ഒരു മെയിൽ അയക്കും. പിന്നെ അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർക്ക് പാർട്സ് അല്ലെങ്കിൽ ഹെഡ് എന്താണ് ചേഞ്ചിനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് വണ്ടി ഇങ്ങനെ കൊണ്ട് ഷോറൂമിൽ കൊടുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും അതുകൊണ്ടൊന്ന് മനസ്സിൽ വെച്ചേക്കും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ആണ്. അത് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ഹെൽപ്ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.